ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ആ, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഒരുങ്ങുകയാണോ ആം ആദ്മി പാർട്ടി? നികേഷ്, ആം ആദ്മി പാർട്ടിയുടെ BJP ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ഉച്ചയോടെ മാത്രമേ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ദില്ലി റോസ് അവന്യൂ കോടതിയിലാണ് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിനെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഹാജരാക്കാൻ പോകുന്നത്. ആ സമയത്തായിരിക്കും വലിയ പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോകുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. BJP ദേശീയ ആം ആദ്മി ദേശീയ ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ പ്രത്യേകിച്ച് ദില്ലി റോസ് അവന്യൂ കോടതിയിലാണ് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിനെ ഉച്ചയ്ക്ക് 2 മണിയോടെ ഹാജരാക്കാൻ പോകുന്നത്. ആ സമയത്തായിരിക്കും വലിയ പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ആം ആദ്മി ദേശീയ ആസ്ഥാനത്തേക്ക് പ്രവർത്തകരോട് എത്താൻ നേരത്തെ നിർദ്ദേശം നൽകിയെങ്കിലും 10 മണി കഴിഞ്ഞപ്പോഴും വലിയ ഒരു പ്രവർത്തകരുടെ കൂട്ടം എന്താണെങ്കിലും ഇവിടെ എത്തിയിട്ടില്ല. പ്രവർത്തകർ ഈ കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്ന ആ സമയം അടിസ്ഥാനമാക്കി ആ സമയത്തേക്ക് എത്താനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാനം തൊട്ടടുത്ത്, പ്രത്യേകിച്ച് ഈ റോഡ് കടന്ന് വേണം BJPയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തണമെങ്കിൽ അവിടെ വലിയ പോലീസ് സന്നാഹം, ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടാതെ വിവിധ ലെയറുകളിലായി തന്നെ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ED 10 ദിവസത്തേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആം ആദ്മിയുടെ പ്രധാന വാദങ്ങളിൽ ഒന്ന് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറയുമ്പോഴും കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 10 ദിവസത്തേക്ക് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ED ആവശ്യപ്പെടും എന്ന് മനസ്സിലാവുന്നു. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് EDയുടെ ഒരു കൃത്യമായ ഒരു മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ 100 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയെന്നും അതിന് പ്രധാന സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുമാണ് ED ഇപ്പോൾ സ്ഥാപിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആം ആദ്മി പാർട്ടി മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ് ആം ആദ്മി പാർട്ടിക്കും ഒപ്പം അരവിന്ദ് കെജ്രിവാളിനും രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾക്കും എതിരെ ഉണ്ടാകുന്നത് എന്ന വലിയ ആരോപണമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്നത്. മറ്റ് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികളും ഇതിനോടകം തന്നെ ഇതിൽ വലിയ പ്രതിഷേധവും അതോടൊപ്പം തന്നെ വിമർശനങ്ങളുമായി രംഗത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സമയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം, 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വന്നിരിക്കുന്നു. പലയിടത്തും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറെ തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും ED കടന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ എന്താണെങ്കിലും കോടതിയിൽ ഇപ്പോൾ ശരിയാണ്, അല്പസമയത്തിനകം കോടതി നടപടികൾ തുടങ്ങും. പക്ഷേ ഇപ്പോൾ എനിക്ക് കാണുന്നത് പോലീസ് ഒരു കോട്ട കൊത്തളം പോലെ ബാരിക്കേഡുകൾ വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ദൃശ്യങ്ങളിലൂടെ നമുക്ക് പോയാൽ എങ്ങനെയാണ് ദില്ലിയിൽ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ദില്ലി പോലീസ് അതിശക്തമായ രീതിയിൽ പ്രതിരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്? നികേഷ്, ആം ആദ്മിയുടെ ആസ്ഥാനത്ത് നിന്ന് പ്രതിഷേധം തുടരാനാണ് പാർട്ടിക്ക് നേതാക്കൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ തരത്തിൽ ഉള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് തുടങ്ങുമ്പോൾ ഓഫീസ് തൊട്ട് മുൻവശമാണ് ഈ കാണുന്നത്. മുൻവശത്തുള്ള പ്രധാന റോഡുകളെല്ലാം ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദ്രുതകർമ്മസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പാർട്ടിക്ക് നേതാക്കൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ആ തരത്തിൽ ഉള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് തുടങ്ങുമ്പോൾ ഓഫീസ് തൊട്ട് മുൻവശമാണ് ഈ കാണുന്നത്. മുൻവശത്തു നിന്നുള്ള പ്രധാന റോഡുകളെല്ലാം ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദ്രുതകർമ്മസേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഒപ്പം മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റോഡുകളും, അതായത് ഈ ആം ആദ്മിയുടെ ഓഫീസിലേക്ക് വരുന്നതും അതോടൊപ്പം ഈ ഓഫീസ് പുറത്തേക്ക് പോകാൻ കഴിയുന്നതുമായ എല്ലാ റോഡുകളും ഇത്തരത്തിൽ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് അടച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസുകാർ ഉൾപ്പെടെ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വരികയും ചെയ്തു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുകയാണ്. അതോടൊപ്പം തന്നെ കൂടുതൽ പോലീസും അതോടൊപ്പം ദ്രുതകർമ്മസേനയും ഇങ്ങോട്ട് എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ITO, അതായത് ദില്ലിയിലെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായ ITOയ്ക്ക് തൊട്ടടുത്താണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് ഉള്ളത്. ITOയിൽ ഉൾപ്പെടെ പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ഇവിടുത്തെ സ്ഥിതിഗതികൾ ഉൾപ്പെടെ വിലയിരുത്തുകയാണ്. ഏത് തരത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്, അതോടൊപ്പം തന്നെ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സന്നാഹം ഈ പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുടെ ആസ്ഥാന ഓഫീസ് മുന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇവിടെ കുറേ പ്രവർത്തകർ എത്തിയിരുന്നു. ആ പ്രവർത്തകരുടെ പ്രതിഷേധം നമുക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അവർ വലിയ രീതിയിൽ തന്നെ കേജ്രിവാളിനെ അനുകൂലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും BJPയെയും അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളൊക്കെ അവിടെ നടത്തുകയാണ്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ആ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ അതോടൊപ്പം ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, MLA മാർ അടക്കം ഇങ്ങോട്ട് എത്തും. ഒരുപക്ഷേ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെ എത്താനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ പ്രതിഷേധം കൂടുതൽ തീവ്രമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായി തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധത്തിന് ആഹ്വാനം നടത്തിയിരിക്കുന്നത്. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നിലവിൽ ആം ആദ്മിയുടെ അല്പം പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ പ്രവർത്തകർ ഉച്ചയോടെ, അതായത് ഞാൻ പറഞ്ഞ 2 മണി ഏറെ പ്രധാനപ്പെട്ട സമയമാണ്. പ്രത്യേകിച്ച് 2 മണിക്കാണ് അരവിന്ദ് കെജ്രിവാളിനെ ED ആസ്ഥാനത്ത് നിന്ന് ഇവിടെ ദില്ലി റൌസ് അവന്യൂ കോടതിയിൽ എത്തിക്കുക. അവിടെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കേൾക്കും. ആ വാദം കേൾക്കുന്ന സമയത്തായിരിക്കും പ്രതിഷേധം അണപൊട്ടാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആളുകൾ പ്രതീകാത്മകമായി വലിയ രീതിയിലുള്ള പ്രത്യേക വസ്ത്രങ്ങൾ ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്.